പബ്ബില് തന്നെ പണി. ഗിറ്റാറിസ്റ്റ് ഇവിടെ അവനത് നോക്കി നാട് കാണാൻ ഇറങ്ങിയിട്ടുണ്ട്. വല്ല മതാവന്മാരെയും മണപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയായിരിക്കും. ഞാൻ കേരളത്തിൽ അല്ല ഇന്ത്യയിലെ ഒരുവിധപ്പെട്ട എല്ലാ ബാറുകളിലും പാടിയിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ പബ്ബിൽ പ്രോഗ്രാം കണ്ടിരുന്നു. ആ കുട്ടി അത്ര പോരല്ലോ. സോ ഇഫ് യു ക്യാൻ ഗെറ്റ് മീ എ ചാൻസ് ടു സിംഗ് ഐ തിങ്ക് ഇറ്റ് വിൽ ബി മോർ ഇംപ്രസീവ് ഫോർ യു ആൻഡ് മീ. ലുക്ക് മിസ്റ്റർ ഗൗതം. கௌதம், இப்போ எங்க டீம்ல வேகன்சி இல்ல. If something comes, I will tell Mr. Umman. Umman கிட்ட சொல்றேன். உம்மன் கிட்ட சொல்ல வேண்டாம். I'll come and inquire regularly. Coffee? ഉമ്മൻ കിட்ட சொல்றேன். ഞാൻ എങ്ങനെയൊന്നും വിടില്ല മോളെ. ഇവിടെ ആകെ സീനാണ്. ഇന്ന് പ്രോഗ്രാം ഒന്നും ഉണ്ടാവില്ല. ഞങ്ങളെ കൊണ്ട് നിങ്ങൾ താഴെ വെയിറ്റ്, ഞാൻ അങ്ങോട്ട് വരാം. അതെ, നമ്മുടെ വണ്ടി അവിടെ ഇട്ടേക്കണേ. വണ്ടിക്കോ അവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടെ. നന്നായിരിക്കും. നീ തലയെ ചുമന്നുകൊണ്ടൊന്നു മതി. എടവന്റെ വല്യപ്പൂപ്പന്റെ കാലത്തുള്ള വണ്ടിയാണ്. അതും കൊണ്ട് ഈ വഴി ചുറ്റി വരുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിലങ്ങ് നടന്നെത്താം. അല്ലെങ്കിൽ നീ എന്റെ വണ്ടി ഓടിക്കണ്ട. എന്താണ് നിന്റെ ഓടിക്കൽ അത്ര ശരിയല്ല. ആടാ, എന്റെ ഓടിക്കലിനുള്ള കുഴപ്പം. മറ്റേത് പരസ്യം കഴിഞ്ഞ് നേരെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചല്ല പത്മിനി. എന്താടാ കുഴപ്പം? അത് ഓടിച്ചല്ലേ ഇവിടം വരെ എത്തിയത്. എത്തി. കുറച്ച് തള്ളേണ്ടി വന്നില്ലുള്ളൂ. ഗംഭീര അതെ അതെ, നല്ല ശാലയാണ് ശാല. എന്നാലും ഇതിന്റെ ഇടയ്ക്ക് ആ ഊള എവിടെ നിന്ന് കയറിയെന്നുള്ളതാ. ഉമ്മനാ മറ്റേ മച്ചാൻ. നീ നിന്റെ മറ്റോമാരും കൂടി വിചാരിച്ചു കഴിഞ്ഞാൽ പോണ്ടിച്ചേരി തന്നെ ഇല്ലാതെ കളയെന്ന് വിചാരിച്ചോളി. കാലം കുറെ അടി മോളെ, ഞാൻ ഇപ്പൊ പോണ്ടിച്ചേരിയിലെ ഇനി കംപ്ലൈന്റ് ചെയ്യുമ്പോ കൂടി ചെന്ന് പറഞ്ഞു കൊടുക്കടി. ഇവന് തന്നെയാണ് പണി. പെൺപിള്ളേരെ കൈ കയറി എന്താടി നീ പണ്ട് ചെയ്ത ഡാർക്ക് സീനൊക്കെ എനിക്ക് നന്നായി അറിയാട്ടോ. വെറുതെ എന്നെ കൊണ്ടൊന്നും തുറപ്പിക്കില്ല മോളെ. ജോലി ചെയ്യാൻ വന്ന ജോലി ചെയ്തിട്ട് പോറണ്ട. സോറി അല്ലേ, കുറച്ച് ലേറ്റ് ആയി. അതെ, ഇവിടെ ആകെ സീനാണ്, കണ്ടില്ലേ? നിങ്ങൾ വീട്ടിലേക്ക് വിട്ടോ, ഞാൻ അങ്ങോട്ട് വരാം. ഫ്രീക്കൻ മലയാളി. ഫ്രീക്കൻ இனிமே மேகனாவை டிஸ்டர்ப் பண்ண എടാ എന്റെ കാറ്. ഉദ്ദേശിക്കുന്ന പോലെ പബ്ബിന്റെയും റിസോർട്ടിന്റെയും മാനേജർ മാത്രമല്ല മേഘന, അവളാണ് അതിന്റെ ഓൾ ഇൻ ഓൾ. പിന്നെ നമ്മുടെ ബോസിന് ചെറിയ താല്പര്യമുള്ള കേസാ. എന്ത് താല്പര്യം? നിന്റെ താല്പര്യമൊക്കെ തന്നെ. അല്ല, ആരേ ബോസ്? ബോസ് എന്ന് പറഞ്ഞാൽ ഈ റിസോർട്ടിന്റെയും പബ്ബിന്റെയും ഒക്കെ ഓണറാണ്. ഞാൻ തന്നെ അയാളെ ആകെ ഒരു വട്ടം കണ്ടിട്ടുള്ളൂ. കുറെ ഇല്ലീഗൽ ബിസിനസ്സും പരിപാടികളൊക്കെ ആയിട്ട് സെറ്റപ്പാണ് അയാൾ. അവിടെ മാനേജർ ക്യാബിൻ വരെ എനിക്ക് കയറാൻ പറ്റുള്ളൂ. അതിനകത്ത് കയറാൻ പറ്റുന്ന ആ മേഘനയ്ക്ക് മാത്രമാണ്. അപ്പോൾ അവളുടെ ഏകദേശം ഒരു സെറ്റപ്പ് നിനക്ക് മനസ്സിലായില്ലേ? അതുകൊണ്ട് നിന്റെ സ്ഥിര അഭ്യാസം അവിടെ എടുക്കണ്ട, അവളെ വിട്ടു പിടിച്ചേക്കിട്ടാ. അല്ല, അതിനകത്ത് നിധി വല്ലോണോ? അതിനകത്ത് എന്തോ മറ്റേ ബാങ്കിലൊക്കെ ഉണ്ടാവുന്ന മറ്റേ ഇതില്ലേ, ലോക്കറൊക്കെ. ലോക്കറാ? എന്റെ ഊഹം ശരിയാണെങ്കിൽ ഈ ബാങ്കിലൊക്കെ ഉള്ളൊരു ലോക്കർ സെറ്റപ്പ് ഇല്ലേ? നിന്റെ ഊഹം ശരി. ഈ ജോസ് പ്രകാശിന്റെ ഒക്കെ പടത്തിലുള്ള ലൈറ്റ് ഒക്കെ ഉള്ള ലൈറ്റ് ഒക്കെ ആയിട്ടുള്ള ഒരു കോറിഡോർ പോലുള്ള സെറ്റപ്പാണ് അത്. എന്നാലും നീ ഇത്ര സെറ്റപ്പ് ബാറിലൊക്കെ വർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഈ ഊള സെറ്റപ്പിൽ കൊണ്ടൊന്നും അത്ര രസകരമായില്ല. വെരി ബാഡ് പെർഫോമൻസ്.
നിനക്ക് അവളെ വായി നോക്കാനല്ലേ. എടാ ഒരു ദർശന സുഖം. അവിടെ 250 രൂപ കൊടുത്ത് മേടിക്കണം സാധനം ഇവിടെ 50 ഉറുപ്പിക കിട്ടും. പിന്നെ എന്തിനാ വെറുതെ കാശ് കളയണേ? പോയിന്റ്. ഇത് ചാത്തൻ സാധനമാണത്. ഏയ് സെയിം സാധനമാണ്. അതെ ഇന്ന് എനിക്ക് നൈറ്റാണ്, ഞാൻ ഇറങ്ങട്ടെ. പോട്ടെ പോ. അപ്പൊ ഞങ്ങൾ നാളെ വരാം. ഓ ശരി നമ്മുടെ ശരി. പരിപാടിക്ക് പൈസ കൊടുത്തേക്കണേ. ഓ ശല്യം തന്നെ കേട്ടാ. നമുക്ക് ഓരോ പേരോട് പറയാല്ലേ. മിണ്ടായിരുന്നോണം. ആകെയുള്ള കാശും കൂടി തീർന്നു കഴിഞ്ഞാൽ പണി പാടും. എന്റെ അരഞ്ഞാണം മറ്റേ കാശല്ലേ എനിക്ക് കുടിക്കണം. ആ കാശിന് കുറച്ച് വിഷം കൂടെ വാങ്ങിക്കോ ചേച്ചി. അവന്റെ അരിഞ്ഞാണം, അവന്റെ ഗിറ്റാർ, നമ്മുടെ ക്ലോസറ്റ്, ബാപ്റ്റിസ്റ്റിന്റെ തല. അണ്ണാ ഒരു ബിയർ. ഗുണ്ട എന്നെയാണോ? കുണ്ടനല്ല, ഓമനക്കുട്ടൻ. ഓമനക്കുണ്ടൻ. അല്ല ഓമനക്കുട്ടൻ, കട്ടൻ ചായയുടെ ടാ. കുണ്ടൻ. ഞാൻ ഫിക്സ് ആയിട്ട് നീ ഫിക്സ് ആയിക്കോ. Cheers. എന്റെ ഫ്രണ്ട്സ് എല്ലാരും ഉണ്ട്, വിളിച്ചോട്ടെ. ഡാ, വാടാ. ஒரு ஆம்பளை ஒரு பொம்பளை கூட சேரும்போது செக்ஸ் இல்லைன்னா கிக் கிடையாது. அதே மாதிரி ஒரு ஆம்பளை இன்னொரு ஆம்பளை கூட சேரும்போது சரக்கு இல்லைன்னா അത് കറക്റ്റ് അല്ലേ? എടാ, ഒരുപാട് താമസിച്ചു, നമുക്ക് പോവാം. ഒന്ന് മിണ്ടാണ്ടിയടാ, ഇപ്പഴല്ലേ വന്നത്. ആയാലും കാത്തിരിക്കണ്ട, കുടിക്കാൻ നോക്ക്. அப்புறம் நீங்கள் யாரும் லவ் பண்ணலையா? ദിവനും ലവ് പண்றേ. ഇവൻ അങ്ങനെയൊന്നുമില്ല, ആരെ കണ്ടാലും ലവ് പண்றേ അല്ലേ? உனக்கு ஏன்? എനിക്ക് ഈ പൊമ്പളകളെ എനിക്ക് ഈ പെണ്ണുങ്ങളെ വിശ്വാസമില്ല. എനിക്ക് അവരുടെ പെർഫ്യൂമിനാണ് അതിനെല്ലാം വിശ്വാസം. Cheers. Cheers. ஆனால் எனக்கும் அப்படிதான். எனக்கு பிடிச்ச ஒரு பொம்பளை வாசனை மேகனா மட்டும்தான். മേഘ്ന ക്ലബ് മാനേജറോ? ஆமாம், அவளே தான். ആ അതൊക്കെ ശരി. പക്ഷെ ഈ സ്വന്തം ഗേൾ ഫ്രണ്ടിനെ ക്ലബിലൊക്കെ പണിയെടുക്കാൻ പറ്റുന്നത് ഭയങ്കര മോശമായി പോയി. വെരി ബാഡ് പെർഫോമൻസ്. நானா விட்டேன், அவ என்னோட முன்னாள் காதலி. ഓ 3 നാളോ? യു മീൻ 3 days? പഴയത് പഴയത്. ஓமனக்குண்டா. ഓമനക്കുട്ടൻ. அவ என்னோட எக்ஸ் லவர். അത്ര വലിയ കാമുകയാണെങ്കിൽ പിന്നെ ഈ ഒളിച്ചും പാത്തുള്ള പരിപാടിയൊക്കെ വിളിച്ചോണ്ട് കൂടെ. அது ஒரு பெரிய கதை. நான் பணத்து மேலே இருந்த ஆசையில் நிறைய தப்பான வழி போயிருந்தேன். அதில் நான் பெருசாக மிஸ் பண்ணது மேகனா மட்டும்தான். எப்படியாவது மேகனா இங்கேருந்து கூட்டு போகணும். അത്ര എളുപ്പത്തിൽ അവളെ ഞാൻ കൂട്ടിയിട്ട് പോകാന്ന് വിചാരിക്കുന്നത് തെറ്റാണ് പോയി. எனக்கு தெரியும் அவ்வளோ ஈஸியான விஷயம் இல்லைன்னு, பட் எப்படியாவது கூட்டு போகணும். உங்களை பார்த்தா ரொம்ப நல்லவங்கமா தெரிஞ்சிச்சு, அதான் உங்ககிட்ட சொன்னேன். உன்னை பார்த்தா ரொம்ப நல்லவமா தெரிஞ்சிச்சு. நீங்க தான் ஹெல்ப் பண்ணணும்.